എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, 10 മിനിറ്റിൽ 10 MCQ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. തമ്പനയിൽ കണ്ടതുപോലെ. സോ ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സസ് എന്ന നമ്മുടെ 9ാം ക്ലാസ് CBSEയുടെ 3ാമത്തെ ചാപ്റ്റർ, ബയോളജിയുടെ ലാസ്റ്റ് ചാപ്റ്റർ, അതിലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ, 10 ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ചോദ്യം കണ്ടോ. വിച്ച് ആർ ദ ഫോളോവിങ് ന്യൂട്രിയൻസ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഫുഡ് ഐറ്റം ഇൻ ദ ഗിവൺ ഫിഗർ. അപ്പോൾ തന്നിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് മെയ്സാണ്, ചോളമാണ്. നമുക്കറിയാം അത് കാർബോഹൈഡ്രേറ്റ് ഫുഡ് തരുന്ന ഫുഡാണ്, കാർബോഹൈഡ്രേറ്റ് അടങ്ങുന്ന ഭക്ഷണമാണ്. സോ അനായാസം നമുക്ക് ഇതിന് ഓപ്ഷൻ സി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. രണ്ടാമതൊരു ചോദ്യം, വിച്ച് ആർ ദ ഫോളോവിങ് ഈസ് ഗുഡ് സോഴ്സ് ഓഫ് ഫോഡർ ക്രോപ്പ്. ഫോഡർ ക്രോപ്പ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷനിൽ ബർസീം, ലെൻഡിൽ, സുഡാൻ ഗ്രാസ്. ഓപ്ഷൻ A and C എന്നിങ്ങനെ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇത് ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ബർസീം, സുഡാൻ ഗ്രാസ് ആണ് ഫോഡർ ക്രോപ്സ് ആയിട്ട് പറയുന്നത്. അതിൽ ബോത്ത് A and C വേണം ഉത്തരത്തിലേക്ക് എത്താൻ. പല ആളുകളും ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചിട്ടുണ്ട് ബർസീം, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. വീണ്ടും മറ്റു ഓപ്ഷൻസിലേക്ക് കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇവിടെ സുഡാൻ ഗ്രാസ് കൂടി വരുന്നു എന്നുള്ളത് ഓർത്തു വെക്കണം. അപ്പോൾ ബോത്ത് A and C ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ തെറ്റായത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം ഒരു ചോദ്യം വായിക്കുമ്പോൾ ആ ചോദ്യം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ ചോദിക്കുന്നത്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ ചോദിക്കുന്നത് കേട്ടോ. പോസിറ്റീവ് ആയിട്ടുള്ളതാണോ നെഗറ്റീവ് ആയിട്ടുള്ളതാണോ നന്നായിട്ട് ചോദ്യം ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇത് പറയാൻ കാരണം പല മക്കളും ചോദ്യം നേരെ വായിക്കാത്തത് മൂലം തെറ്റുകൾ വരുത്തുന്നത് പതിവായി കാണുന്ന ഒരു പ്രവണതയാണ്. സോ അത്തരം ടെൻഡൻസി ഒഴിവാക്കണമെങ്കിൽ ചോദ്യം നന്നായിട്ട് വായിക്കാൻ നിങ്ങൾ പഠിക്കണം. സോ ചോദ്യം ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, തെറ്റായ പ്രസ്താവന. എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ക്യാൻ ബി ഹാംഫുൾ ടു ദി എൻവിറോൺമെന്റ്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പെസ്റ്റിസൈഡ്സ് ഇൻക്ലൂഡ്സ് ഹെർബിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്, ഫംഗിസൈഡ്സ്. ശരിയാണ്. പെസ്റ്റിസൈഡ്സ് ക്യാൻ ക്യൂർ ആനിമൽ ഡിസീസ്. ഈ ഒരു സെന്റൻസ് നോക്കിയേ. പെസ്റ്റിസൈഡിന്, കീടനാശിനിക്ക് മനുഷ്യ അല്ലെങ്കിൽ ജന്തു രോഗങ്ങൾ, ആനിമൽ ഡിസീസ് ക്യൂർ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ഡി നോക്കിക്കോ. പെസ്റ്റിസൈഡ്സ് ആർ യൂസ്ഡ് അഗെയിൻസ്റ്റ് പ്ലാന്റ് ഡിസീസസ്. അതും യൂസ്ഡ് അഗെയിൻസ്റ്റ് പ്ലാന്റ് ഡിസീസ്, ഇൻസെക്ട് ആൻഡ് വീഡ്. ശരിയാണ്. പ്ലാന്റിന്റെ ഡിസീസ്, ഇൻസെക്ട്, വീഡ്സിൽ നിന്ന് നമുക്ക് പെസ്റ്റിസൈഡ് ഉപയോഗിക്കാം. അപ്പോൾ തെറ്റായിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വളരെ അനായാസം നമുക്ക് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയാൻ പറ്റും. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ സി ആണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് ഇടാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ നോട്ട് എ വീഡ്. നെഗറ്റീവ് ആണ്, വീട് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യുക. നോട്ട് എ വീഡ്, വീട് അല്ലാത്തത്. വീട് എന്ന് പറഞ്ഞാൽ കളകളാണ്, അൺവാണ്ടഡ്, അൺഡിസൈറബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഗ്രോയിങ് അലോങ് വിത്ത് അവർ ക്രോപ്പ്. They will compete with our crop for food, nutrients, then sunlight, water. ഇതിനൊക്കെ വേണ്ടി കമ്പീറ്റ് ചെയ്യും. സാൻഡിയം, പാർത്തീനിയം, മോഥ, വജ്ര. അപ്പോൾ വളരെ ഈസി ആയിട്ട് പറയാം. വജ്ര ഒരു സിറിയലാണ്, ഒരിക്കലൊരു എന്തല്ല, വീടല്ല, അതൊരു ക്രോപ്പാണ്. സാൻഡിയം ആയിക്കോട്ടെ, പാർത്തീനിയം ഇപ്പോൾ ക്യാരറ്റ് ഗ്രാസ് എന്ന് പറയുന്ന സാധനം, പിന്നെ മോത്ത വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള നമ്മൾ പറയാം നട്ട് ഗ്രാസ് എന്ന് പറയുന്ന ഇനമാണ്. ഇതൊക്കെ എന്താണ്? ഈ കാണുന്നതൊക്കെ എന്താണ്? ഈ കാണുന്നതൊക്കെ ഞാൻ ഈ ബോക്സിൽ കാണിച്ചിരിക്കുന്ന സംഗതികളൊക്കെ വീഡാണ്, വീഡ്സ് ആണ്. എന്നാൽ വജ്ര എന്ന് പറയുന്നത് നോട്ട് എ വീഡ്, നോട്ട് എ വീഡ്, വീട് ആകുന്നില്ല, അത് വീടല്ല. വജ്ര വീടല്ല. അപ്പോൾ ഓപ്ഷൻ 4 വീടല്ല. നമ്മൾ ചോദിച്ചിരിക്കുന്നത് വീടല്ലാത്ത എന്നാണ്. സോ ഓൺലി 4 ഇസ് ദി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഹിയർ വി ആർ ഗിവൺ എ ടേബിൾ ഓർ ചാർട്ട് ആൻഡ് ദ ഐറ്റംസ് വി നീഡ് ടു കറക്റ്റ്ലി മാച്ച്. ദർ ആർ സം ബ്ലാങ്ക്സ് പ്രൊവൈഡഡ് ദർ. ബ്ലാങ്ക് തന്നിട്ടുണ്ട്. 1 എന്ന് പറയുന്ന ബ്ലാങ്കും ഇവിടെ 2 എന്ന് പറയുന്ന ബ്ലാങ്കും. അത് കറക്റ്റായിട്ട് നോക്കാം. സെറിയൽസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് തരുന്ന അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് മേജർ ആയിട്ടുള്ള കൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് സെറിയൽസിൽ. 1 സെറിയൽസ് വന്നാൽ ശരിയാണ്. Then 2 lentil. See, if you add lentil here,
ലെൻറ്റിൽ ഈസ് എ പ്രോട്ടീൻ സോഴ്സ് ഓഫ് ഫുഡ്. അപ്പോൾ ഇവിടെ കാർബോഹൈഡ്രേറ്റ് സോഴ്സ് ഓഫ് ഫുഡ് അല്ല ലെൻറ്റിൽ. സോ നമുക്കിത് പറയാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് 3, 4 നമുക്ക് നോക്കുമ്പോൾ 3 പൾസസ്, ക്രോപ്പ് ഗ്രൂപ്പ് പൾസസ് വന്നിരിക്കുന്നു. പൾസസിൽ പ്രോട്ടീൻ ആണ്, 3 പ്രോട്ടീൻ ആണ്. യെസ്, ഗുഡ്. ആൻഡ് എക്സാമ്പിൾസിൽ ഗ്രാമും വീറ്റും ആണ് തന്നിരിക്കുന്നത്. സി, വീറ്റ് ഈസ് എ കാർബോഹൈഡ്രേറ്റ് rich food. So it will never come here. So this option also is not the correct answer. Then moving on to option C. C നോക്കിക്കോളൂ, 5, this is 5 നമുക്ക് തന്നിരിക്കുന്നത് ഓയിൽ സീഡ്സ് ആണ്, ഫാറ്റ് ആണ് അതിലെ മേജർ കൺസ്റ്റിറ്റ്യൂന്റ്. ശരി. ഗ്രൗണ്ടിനെറ്റ് ഓൾറെഡി ഗിവൺ, 6 സൺഫ്ലവർ തന്നിട്ടുണ്ട്. യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്. ദാറ്റ് ഈസ് എ കറക്റ്റ് ആൻസർ. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? യെസ്. Next question, which of the following is incorrect? Again, see the question, negative. Incorrect ആണ് ചോദിച്ചിരിക്കുന്നത് about manure. So incorrect ആണ് ചോദിച്ചിരിക്കുന്നത്. Manure improves soil texture. Next point. Vermicompost is a kind of manure. That is correct only. Manure destroys soil fertility when used in excess. That also correct. Green manure is prepared with the help of GOR. ഓക്കെ. മാനുവർ ഡിസ്ട്രോയ് സോയിൽ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് തെറ്റാണ്. ബിക്കോസ് മാനുവർ എന്ന് പറയുന്നത് ഈസ് ഓർഗാനിക് ആണ് മക്കളെ, ശ്രദ്ധിക്കണം കേട്ടോ. മാനുവർ ഈസ് ഓർഗാനിക്. സോ സോയിൽ ഫെർട്ടിലിറ്റി ഡിസ്ട്രോയ് ചെയ്യില്ല, സോയിൽ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യും. വെർമി കമ്പോസ്റ്റിംഗ് ഇസ് എ കൈൻഡ് ഓഫ് മാനുവർ ആണ്, വേർ വി യൂസ് എർത്ത് വോം വിച്ച് ഹാസ്റ്റൻ ദ പ്രോസസ്. ഗ്രീൻ മാനുവർ ഗവർ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഗ്രീൻ മാനുവർ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിക്കുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സി എന്ന് പറയുന്നതാണ് ഇവിടെ റോങ് ആയിട്ടുള്ള സാധനം. സോയിൽ ഫെർട്ടിലിറ്റി നശിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് മാനുവർ. ഫെർട്ടിലൈസർ വിൽ ഡു ദാറ്റ്, ബട്ട് മാനുവർ വോണ്ട് ഡു ദാറ്റ്. സോ ദാറ്റ് ഈസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദിസ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ സി is the incorrect statement. Option C is the correct answer for this question. The next question, which of the following is incorrectly matched? Again, negative. Incorrectly matched about nutrients used by plants. See, here the nutrient as well as the respective sources from where this plant get this nutrient is given here. Carbon, which is obtained from the air, that is true, no problem with that. Hydrogen is obtained from the water, that is also true. Then next come chlorine. If you look at chlorine is micronutrient which is obtained from the soil, that is also correct. Then sulfur from air, that is wrong. Sulfur is obtained from soil only, but it is macronutrient. So this is the wrong statement. And here exactly we are asked the incorrect match, which is option D. Option D is the correct answer for this question. Next question. The technique of growing 2 or more different crops together in the same field. Very easy. Mixed cropping. Observe the given figure below. Identify the nutrient obtained from it. See, this is sunflower. We are getting fat oil. Sunflower oil, you know that, right? So this is the answer. The pesticides need to be replaced because pesticides replace cheyanam parayan karanam they are very costly, cannot be stored for a long time, are mostly toxic and non-biodegradable. That is the most appropriate answer. So they are very toxic because they are chemicals. Pesticides are chemicals. Okay, they can cause harmful. They can cause harm to other organisms. So they are toxic and non-biodegradable. They cannot degrade. So they will persist in the soil for a very long time. So this is the major reason why we are telling pesticides should be replaced. Okay. Then these are the questions. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചത്. നന്നായിട്ട് ഇനിയും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. വരുന്ന സെഷൻസിൽ, വരുന്ന വീഡിയോസിൽ നമ്മൾ തീർച്ചയായിട്ടും ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ, റെഡി? ക്ലിയർ? ബാക്കി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം മക്കളെ. മറ്റൊരു വീഡിയോ കാണാം. ബൈ.